ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ വീണ്ടും ഇന്ന് ലെറ്റ്സ് ടോക്ക് ആണ്. കുറച്ച് കാര്യങ്ങൾ, അത് മെയിൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. അതിൽ ഒരു ടോപ്പിക് ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കാനുള്ള കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, റീസെന്റ് ആയിട്ട് എനിക്ക് അതേപോലെ നടന്നു. അപ്പോ ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, ആ കുട്ടിക്ക് അതൊരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ വേറൊരു കുറെ ആൾക്കാർക്ക് അത് നല്ലൊരു കാര്യം ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ചെയ്തുകൂടാ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിചാരിച്ചു ഇന്ന് ലെറ്റ്സ് ടോക്കില് അതും കൂടി പറഞ്ഞേക്കാമെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് തുടങ്ങാം നമ്മുടെ ലെറ്റ്സ് ടോക്ക്. സോ ഫസ്റ്റ് ചോദ്യം ഒരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം ഞാൻ വീണ്ടും ഞാൻ അതേ തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, പക്ഷെ കൂടുതലായിട്ടും ചോദിച്ച കാര്യങ്ങളാണല്ലോ നമ്മൾ സംസാരിക്കാറുള്ളത്. അപ്പൊ നമ്മളുടെ കാര്യം എന്താണെന്ന് വെച്ചാല്, മെയിൻ ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് മനുവിന് ഇവിടെ എവിടെയാണ് നിങ്ങൾ കോച്ചിങ് ചെയ്തത് എന്നാണ്. ഹലോ മാമ, എല്ലാവരുടെ അടുത്തും ഒരു ഹായ് പറയൂ. ഇയാളെയാണ് നമ്മുടെ അടുത്ത വീട്ടുകാര് ഉപേക്ഷിച്ചിട്ട് പോയത്. എന്നിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തതാണ് അവനെ. ആളുടെ പേര്, അവർ വെച്ചിരുന്ന പേര് എയ്സ് എന്നാണ്. നമ്മളത് മാറ്റിയിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള ഒരു പൂച്ചയെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഇത്രയും ഒരു ഇതാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഒരു ചന്തമണിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. അവന് ആ സ്നേഹം കിട്ടിയ സമയത്ത് ഉണ്ടായ ഒരു മാറ്റാണ് നിങ്ങൾ കാണുന്നത്. എന്നെ പിരിഞ്ഞിരിക്കുക എന്നുള്ളത് അവന് പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ എന്താ പറയാ, അവനെ ഞാൻ അങ്ങനെയാണ്, ആ ഒരു സ്റ്റേജിലാണ് അവനെ ഞാൻ കണ്ടത്. അവര് അത്രയും ഇതായിട്ടുള്ള രീതിയിൽ വിട്ടിട്ട് പോയിട്ട് അവനെ ആ ഒരു വൾനറബിൾ സ്റ്റേജിലാണ് അവൻ എന്നെയും അത്രയും ഇതായിട്ട് കണ്ടത്. അപ്പോൾ അവനെ ഞാൻ ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു ലൈഫ് കൊടുത്തപ്പോൾ ആ ഒരു നന്ദി, ആ ജീവൻ നമുക്ക് പ്രകടിപ്പിക്കുന്നത് കാണുമ്പോഴേ എവിടം കൊണ്ടും ഞാൻ ഒരിക്കലും പറയില്ല, ലൈക്ക് ഇത്രയും വൃത്തികെട്ട ഒരു സ്വഭാവമുള്ള ഒരു പൂച്ചയുടെ ഇതിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞൊരു ആളാണ് കേട്ടോ ഇപ്പോ നമ്മുടെ ഇവിടെ ഇരിക്കണത് കൂടെ. ഓക്കെ, അപ്പൊ അവൻ ഞാൻ എവിടെ ഇരിക്കുവോ അവിടെ തന്നെയാണ് അവൻ ഇരിക്കുക. അപ്പൊ അതുകൊണ്ടാണ്. സോ നിങ്ങൾ അത് മൈൻഡ് ചെയ്യണ്ട. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്, ലെറ്റ്സ് ടോക്ക്. അപ്പോ ചോദിച്ചിരുന്ന ചോദ്യം ഇതാണ്, ലൈക്ക് എങ്ങനെയാണ് മനുവിന് നിങ്ങൾ കൗൺസിലിംഗ് തുടങ്ങിയത്, എങ്ങനെയാണ് അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക വെഞ്ചേച്ചി? ബിക്കോസ് ഇവിടെ ഒരുപാട് പൈസ പിടുങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെ ഞങ്ങൾ അതിനെ ഗോ ത്രൂ ചെയ്യണം, എന്താണ് ഇപ്പൊ മനു എങ്ങനെയാണ് അത് ചെയ്യുന്നത്? പിന്നെ ഒരു കാര്യം കൂടി, മോൻ പോവാറായല്ലോ, എങ്ങനെയാണ് വിൻചേച്ചിയുടെ മെന്റൽ ഫിസിക്കൽ പ്രിപ്പറേഷൻസ്, പിന്നെ മോന് കൊടുത്തയക്കുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോ? എന്താണ് എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ തീരുമാനിച്ചോ എന്നാണ് ചോദ്യം. പേര് പറഞ്ഞോളൂ. ഓക്കെ, പേര് മീനാക്ഷി. ഓക്കെ, അപ്പോ മീനാക്ഷി, നമ്മള് ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൗൺസിലിംഗിന്റെ ആ ഒരു ഏതാണ് സ്ഥാപനം അതിന്റെ പേര് പറയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ അത് പറഞ്ഞും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചവർക്ക് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വേണമെങ്കിൽ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം, ഞങ്ങളും ഇതേപോലെ ഒരുപാട് കൗൺസിലിങ്ങിന്റെ ആൾക്കാരെ പോയിട്ട് നമ്മളും ഒരുപാട് അറിഞ്ഞിരുന്നു. ഒരുപാട് സ്കാം നടക്കുന്നുണ്ട്, ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്, എല്ലാം നമ്മൾ അറിഞ്ഞു. പക്ഷെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി, നമുക്ക് മുമ്പ് നമ്മുടെ ഫ്രണ്ടിന്റെ മോള് അവിടെ പോയി എല്ലാ കാര്യങ്ങളും നടന്നു എന്നുള്ളത് മനസ്സിലാക്കി, പിന്നെ അന്വേഷിച്ച് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒടുവിൽ ഞങ്ങൾക്ക് ഫീസിബിൾ ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിരുന്ന ആ സ്ഥാപനത്തിന്റെ പേരാണ് എഡുസ്കോപ്പ്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഇവിടെ എഴുതി കാണിച്ചു തരാം. ഓക്കെ, എഡുസ്കോപ്പ് എന്നാണ് പേര്. അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ അവരുടെ അടുത്ത് പോയി കൗൺസിലിങ്ങിന് വേണ്ടി പോയി. അവർ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ അടുത്ത് പാക്കേജ് ഉണ്ടായിരുന്നു. ആ പാക്കേജിൽ നിങ്ങൾക്ക് ഏത് പാക്കേജ് എടുക്കണം എന്നുള്ള രീതിയിൽ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചോദിച്ചതിൽ നമ്മൾ ഏത് പാക്കേജ് വേണം എന്നുള്ളത് മനു തന്നെയാണ് തീരുമാനിച്ചത്. അപ്പൊ മനു തീരുമാനിച്ചതിൽ നമ്മൾ ആ പാക്കേജ് അവന് എടുത്തു കൊടുത്തു. അപ്പം ഗോൾഡ്, സിൽവർ അങ്ങനെയൊക്കെയാണ് പാക്കേജസ്. അപ്പൊ അവന് സിൽവർ പാക്കേജ് വേണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ അതിൽ മെറ്റീരിയൽസ് കുറച്ച് കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞിട്ട്. അവര് സൂപ്പർ ട്രെയിനിങ് ആയിരുന്നു. സൂപ്പർ ട്രെയിനിങ് എന്ന് പറഞ്ഞാലും പോരാ, ലൈക്ക് എന്താ പറയാ,
ലിറ്ററലി നല്ല ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവർ ഇന്റേണൽ എക്സാംസും യൂണിവേഴ്സിറ്റി എക്സാംസ് വരുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷനും ഒക്കെ ഞാനിത് അവിടെ മനുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. സൂപ്പർ ഹാർഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. പിന്നെ അവരുടെ കോച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എൻട്രൻസ് എക്സാം വരുന്നതിന് മുമ്പുള്ള കോച്ചിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടൈറ്റ് കോച്ചിങ് ആണ്. ആൻഡ് വി ഫെൽറ്റ് ഇറ്റ്, ശരിക്കും നല്ല ഒരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മനു അപ്പിയർ ചെയ്ത 3 യൂണിവേഴ്സിറ്റിയിൽ അവൻ അപ്പിയർ ചെയ്തു. ഞാൻ പോയ പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ലൈക്ക് മനുവിന് ഹംഗറിയില് ഡെബ്രസൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയത്. മോൻ 3 യൂണിവേഴ്സിറ്റിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. LSAയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അതേമാതിരി തന്നെ LSMU അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഡെബ്രസനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, പിന്നെ സമോവെയിൽസിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവൻ ഡെബ്രസനിൽ അവന് എന്താണ് പറയുക ഓഫർ ലെറ്റർ കിട്ടിയിട്ട് നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളത് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ളത്. പക്ഷെ അല്ല, അവന് സമോവെയിൽസിലും കിട്ടി. അങ്ങനെ കിട്ടിയപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ മറിയാൻ മാത്രമല്ല എല്ലാവരുടെ അഭിപ്രായം വാസ് അതിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ പോവാണ് നല്ലത് എന്നുള്ളതായിരുന്നു. അപ്പൊ അവനും പറഞ്ഞു ടോപ്പ് യൂണിവേഴ്സിറ്റിയിലാണ് അമ്മ, ഞാൻ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ അവന് കിട്ടുകയും ചെയ്തു. അപ്പൊ എല്ലാം കൊണ്ടും നോക്കിയ സമയത്ത് നമ്മൾ ഒരു ഓവറോൾ കാൽക്കുലേഷൻ ആയിട്ടുള്ള രീതിയിൽ എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞ സമയത്ത് എല്ലാവരും പറഞ്ഞു ലൈക്ക് ഇന്നാ പിന്നെ അവനത് കിട്ടിയ സ്ഥിതിക്ക് അവനതിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ തീരുമാനിച്ചു. ഇപ്പോ അവൻ പോവാൻ ഉദ്ദേശിക്കുന്നത് സമയത്താണ്, അത് ഫിക്സ്ഡ് ആണ്, ബൂദാപെസ്റ്റിലാണ്. ഓക്കെ, ഹംഗറി തന്നെ. ഇനി അതേ ചോദ്യത്തിൽ ചോദിച്ച ഒരു കാര്യം, മോൻ പോകുന്നതിൽ എത്രമാത്രം പ്രിപ്പയർഡായി നോക്കൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പ്രോജക്റ്റും ഈ ഒരു വിനീസ് കിച്ചൺ ഈവന്റ് ആൻഡ് മാനേജ്മെന്റ് എന്നുള്ളതും ആ ഒരു സ്ഥാപനം തുടങ്ങാനും ആ LLCക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിച്ചതും എല്ലാം തന്നെ എന്റെ സ്വഭാവം എനിക്ക് തന്നെ മനസ്സിലാവുന്നതുകൊണ്ടാണ്. മുന്ന എന്ന് പറയുന്നത് എനിക്ക് പറ്റില്ല. അവനെ പിരിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കാനും കൂടി വയ്യ. അതും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എന്നുള്ളതല്ല, അവന് വേണ്ട ഫ്രീഡം നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് മുന്നേ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ഞാനൊരു ജോലി കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങാൻ പോവാണ്. അതുകൊണ്ട് തന്നെ എന്റെ മൈൻഡ് ഡൈവേർഷൻ ആൻഡ് ഞാൻ ബിസി ആയിരിക്കുക എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. പിന്നെ എന്റെ മോൻ അത്രയും കഷ്ടപ്പെട്ട് അവന്റെ ആ ലക്ഷ്യത്തിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അവൻ ആ പോകുന്നത് കാണുന്ന സമയത്ത് എനിക്കാകെ അവന് അനുഗ്രഹത്തോടു കൂടിയിട്ട് പോയി വാ മോനെ എന്ന് മാത്രം പറയാനാണ് ഇപ്പൊ തോന്നുന്നത്. പിന്നെ എന്താ വെച്ചാൽ എന്താവശ്യം ഉണ്ടെങ്കിലും അവന്റെ അമ്മ അവിടെ എത്തിയിരിക്കും. അത് അവനും അറിയാം, എനിക്കും അറിയാം. അപ്പൊ കണ്ണേട്ടൻ പറഞ്ഞ മാതിരി അമ്മ വിസയൊന്നും ഇല്ല, അമ്മ വിസയൊന്നും വേണ്ട. എന്റെ മോനെ എന്നെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവൻ എന്നെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പോവും, അത്ര തന്നെ. സോ അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ കൊടുത്തയക്കണ കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോ തൽക്കാലം എങ്ങനെയാണെന്ന് വെച്ചാല്, ഞാനിപ്പോ എന്താ മനസ്സിൽ വിചാരിച്ചിരിക്കണമെന്ന് വെച്ചാൽ അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടില്ല. ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. ഞാൻ എന്താ മനസ്സിൽ വിചാരിച്ചിരിക്കണമെന്ന് വെച്ചാൽ അവന് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രൈ ഐറ്റംസ് ഉണ്ട്. ഓക്കെ, അതായത് കുറച്ച് ചമ്മന്തിപ്പൊടികള്, അതേമാതിരി തന്നെ കുറച്ച് ഉപ്പേരികള്, അങ്ങനെയൊക്കെ മെഴുക്ക് വരട്ടിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഉള്ളിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ അവന് വേണ്ടിയിട്ട് ഞാൻ ഈ വാക്യൂം പ്രസ് ആയിട്ടുള്ള ഒരു മെഷീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, നീറ്റായിട്ട് വാക്യൂം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന് എവിടെയാണോ അവൻ അവിടെ പോയിട്ട് ആ ഫ്രീസറിൽ അങ്ങോട്ട് വെച്ചാൽ മതി. പിന്നെ കുറെ പൊടികളും കുറെ പേസ്റ്റുകളും ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോറ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേസ്റ്റിനെ അങ്ങോട്ട് എടുക്കുക, മിക്സ് ചെയ്യുക, അങ്ങനെ അങ്ങോട്ട് കഴിക്കുക. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്റെ മനസ്സിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം. സോ ഇനിയും നമ്മൾക്ക് സമയം എന്ന് പറയുന്ന അധികമൊന്നുമില്ല. നമുക്കിപ്പോ ഓഗസ്റ്റിലാണ് അവൻ പോവുക. അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ ഞാനത് ശരിയാക്കും. പിന്നെ ആശാൻ ഒരു സർജറി വരാനുണ്ട്. അതായത് ജൂണിലാണ് മിക്കവാറും നമ്മളത് ചെയ്യുക. അവന്റെ നീലാണ് പ്രോബ്ലം. അതായത് ആളൊന്ന് ഫുട്ബോൾ കളിച്ചിട്ട് നീന്റെ ലിഗമെന്റ് ഒന്ന് ടയർ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് പോണതിന് മുമ്പ് തന്നെ കൂടുതലായിട്ടും നമുക്ക് എന്താണ് പറയാ, ലീവ് ഉള്ള സമയത്ത് അവൻ ഇവിടെയുള്ള സമയത്ത് തന്നെ റെസ്റ്റ് എടുത്ത് ഫിസിയോതെറപ്പി കഴിച്ചിട്ട് വിടാനാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലടാ നീപ്പോ പോയി കഴിഞ്ഞിട്ട് വല്ല ലീവില് വാന്ന് പറഞ്ഞപ്പോ അവൻ പറയണത് എന്താ വെച്ചാൽ എനിക്ക് അത്ര ലീവ് കിട്ടില്ല. ഇപ്പൊ ജൂൺ ജൂലൈ 2 മാസം ലീവ് ഉണ്ട്. അപ്പോ ജൂണില് നമ്മളത് ചെയ്തു വിടാ എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അവൻ എന്റെ അടുത്ത് പറയണത് എന്താ വെച്ചാൽ ഇതുപോലുള്ള ഒരു വെക്കേഷൻ എനിക്ക് ഇനി കിട്ടില്ല. ഇനി കിട്ടാനുള്ളത് ആകപ്പാട് എന്താ വെച്ചാൽ 15 ദിവസമോ വല്ലതൊക്കെ കിട്ടുള്ളൂ. ആ സമയം കൊണ്ട് എനിക്കിത് റിക്കവർ ആവാനും പറ്റില്ല, ഫിസിയോതെറപ്പി ഇട്ട് നടത്താനും പറ്റില്ല. സോ അമ്മയെ ഞാൻ എന്തായാലും
ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഇവിടുന്ന് തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജൂണിൽ എന്തായാലും മിക്കവാറും അവന്റെ സർജറി ചെയ്യണം എന്ന് ആണ് നമ്മളും തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയങ്ങളിൽ ഞാൻ മനസ്സിൻ്റെ ഉള്ളിൽ കരുതിയിരിക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ. ലൈക്ക് ഞാൻ എല്ലാം ഒന്ന് വാക്യൂം ചെയ്തിട്ട് പറഞ്ഞയക്കണം എന്നുള്ളതാണ്. അങ്ങനെ ആ മെഷീൻ വാങ്ങിക്കണം എന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ മെഷീൻ നമ്മൾ വാങ്ങിക്കും. നമ്മൾ വാങ്ങിച്ചതിന് ശേഷം അതിലെങ്ങനെയാണ് ഞാൻ അത് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം നമ്മൾ കഴിഞ്ഞിരിക്കുന്നു, ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. വീണ്ടും പറയുന്നു, ആ സ്ഥാപനത്തിന്റെ പേര് എഡുസ്കോപ്പ് എന്നാണ്. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യം. ഈ ചോദ്യം എനിക്ക് വളരെ വളരെ ആപ്റ്റായിട്ട് തോന്നി. ഇപ്പോൾ റീസെന്റ് ആയിട്ട് എനിക്ക് നടന്ന ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഹായ് വിൻചേച്ചി, എൻ്റെ പേര് ജാനകി. ഞാൻ ഫുജൈറയിലാണ് താമസിക്കുന്നത്. ഞാൻ ഇത് വളരെ വളരെ വിഷമത്തോടുകൂടിയും കൈയൊക്കെ വിറച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. വിൻചേച്ചിക്ക് ഒരു കാര്യം അറിയോ? വിൻചേച്ചിയുടെ വീഡിയോ ഒക്കെ കണ്ട് ഞാൻ എന്നെ തന്നെ ധൈര്യമായി കണക്കാക്കിയിട്ട് ഞാൻ ഡ്രൈവിംഗ് തുടങ്ങി. വളരെ സൂപ്പർ ആയിട്ടുള്ള കാര്യത്തിൽ ഞാൻ ഡ്രൈവിംഗ് ചെയ്യാനും തുടങ്ങി. എല്ലാം സൂപ്പറായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദാ കിടക്കണു വിൻചേച്ചി, ഞാൻ നേരെ പോയിട്ട് പാർക്കിംഗ് സമയത്ത് ഒരു പോസ്റ്റിലും പ്ലസ് അടുത്തുള്ള കാറിലും ഒരു ഇടി. അതോടുകൂടിയിട്ട് എൻ്റെ എല്ലാം തകർന്നു പോയി. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാതെ ഞാൻ വിറച്ചു നിന്ന ഒരു നിമിഷം. എനിക്ക് എന്താ നടക്കുന്നത് എന്ന് അറിയാത്തൊരു കാര്യം. ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്താ പറയുക, ഏട്ടനോട് എന്ത് പറയും എന്നുള്ള ചോദ്യങ്ങൾ. എനിക്കൊരു നിമിഷം തലകറങ്ങുകയാണോ, ഞാൻ മയങ്ങി വീഴുമോ എന്നെല്ലാമാണ് തോന്നിയത്. എന്നാലോ ആ അടുത്തുള്ള കാറുകാരൻ ഇല്ലാതാനും ഒരു പ്രൊസീജിയറും അറിയാത്ത ഒരു പൊട്ടിയെ പോലെ എനിക്ക് തോന്നി. വിൻചേച്ചി, എന്തെങ്കിലും ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയെങ്കിലും എനിക്ക് ഇനി ഇതിന്ന് മാറ്റി വരാൻ പറ്റുമോ? ജാനകി, ഇതൊക്കെ എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ്. ചട്ടിയായാൽ തട്ടിയും മുട്ടിയും ഇരിക്കും എന്ന് പറഞ്ഞ മാതിരി വാഹനങ്ങളായാൽ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. നമ്മൾ സൂക്ഷിച്ചിട്ടൊക്കെ പോണം. കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ആയില്ലല്ലോ. ശ്രീ, ഞാൻ രണ്ട് കാര്യം പറയാം. ഓക്കെ, എൻ്റെ ലൈഫിൽ നടന്ന രണ്ട് കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഒന്ന് എന്ന് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അച്ഛയ്ക്ക് തീരെ വയ്യാണ്ടായപ്പോൾ, ഓക്കെ, അച്ഛ തീരെ വയ്യാണ്ടായി, അച്ഛയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് അറിഞ്ഞ ആ നിമിഷം ഞാൻ ഒരു ട്രെയിലർ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതും അതായത് കുട്ടികളെ സ്കൂളിലേക്ക് വിളിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ബുർജൽ അറബിന്റെ അടുത്തായിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. നല്ല ട്രാഫിക് ഉള്ള സമയം. അപ്പൊ ട്രെയിലറിന്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ ട്രെയിലർ വണ്ടിയെ ക്രോസ് ചെയ്തിട്ട് ഓവർടേക്ക് ചെയ്തിട്ട് ഞാൻ പോണം, അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ. പക്ഷെ എൻ്റെ കൂടെ കോളില് അമ്മ കരഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ ആ ട്രെയിലർ വണ്ടിയിൽ ചേർത്തിക്കൊണ്ട് തന്നെ എൻ്റെ വണ്ടി കൊണ്ടുപോയി. അതായത് എൻ്റെ ലെഫ്റ്റ്, അതായത് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ടക്ക് 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 എന്ന് പ്രശ്നമായി. ഓക്കെ, മൊത്തത്തിൽ ബഹളായിരുന്നു. മൊത്തത്തിൽ എൻ്റെ സൈഡാണ് പോയത്. അവന് ഏശിയിട്ടേ ഇല്ല. വലിയ വണ്ടി, വലിയ ട്രെയിലർ വണ്ടി, അവൻ അറിഞ്ഞിട്ട് പോലുമില്ല. അങ്ങനെ ഒരു സംഭവം, ഒരു പീക്കിരി പോലെ ഒരു കാർ വന്നിട്ട് കിടുകിടുകിടുകിടേന്ന് പറഞ്ഞ് അടിച്ച് എൻ്റെ വണ്ടി തകർന്നു എന്നുള്ളത് അവൻ അറിഞ്ഞിട്ട് പോലുമില്ല. പിന്നെ ആ ഭാഗത്ത് എനിക്ക് നിർത്താൻ പറ്റാത്തത് കൊണ്ട് കുട്ടി പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള നോളേജ് നമുക്ക് വേണം. ഓക്കെ, അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ പൊസിഷനിൽ, ആ ഒരു സ്റ്റേജിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ തന്നെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ മൊത്തം ട്രാഫിക് ആവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ നേരെ കൊണ്ടുപോയിട്ട് വണ്ടി എവിടെയാണോ ആ സ്പേസ് അവൈലബിൾ അവിടെ നിർത്തി. അവിടെ നിർത്തി കഴിഞ്ഞിട്ട് ഇവൻ അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടുന്ന് വന്നു. പിന്നെ ദുബായ് പോലീസിന്റെ എന്താണ് പറയുക, ഇത് നമ്മൾ ആപ്പ് തുറന്ന് അതിൽ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ഫോട്ടോ കാര്യങ്ങളെല്ലാം ചെയ്ത്, അത് കഴിഞ്ഞതിന് ശേഷം ഇൻഷുറൻസിൽ കൂടെ പോയി നമ്മൾ കാറൊക്കെ നമുക്ക് റിപ്പയർ ആയി നല്ല രീതിയിൽ വന്നു. അപ്പൊ ഇതൊന്നും ഒരു വിഷമിക്കേണ്ട ഒരു കാര്യമല്ല. ഓക്കെ, ഇതൊന്നും ആർക്കും നടക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ചിലവിടെയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുണ്ടാവും. അതൊക്കെ പോട്ടെ, ഒരു 2-3 മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നത് ഒന്ന് പറയാട്ടോ. അങ്ങനെയും സംഭവിക്കാം, അതുകൊണ്ടാണ് ഈ പറയണത്. ഞാൻ രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് വിട്ട്
7:15 ആവുമ്പോഴേക്കും ഞാൻ ബർഷയിലുള്ള ലുലുവിലേക്ക് എത്തി. 8:15 ബർഷയിലത്തെ ലുലു തുറക്കുക. അവിടെ തുറക്കണ വരയ്ക്കും ഞാൻ 7:15 തൊട്ട് 8:15 വരയ്ക്കും 1 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു. ആ 1 മണിക്കൂർ സമയം ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ലേഡീസ് കാറിന്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങണു. ഞാനും അതേപോലെ തന്നെ 8:15 വരയ്ക്കും ഞാനും അവിടെ 8:15 അലാറം വെച്ചിട്ട് ഉറങ്ങി. 8:15 ആവുമ്പോൾ ലുലുവിന്റെ ശബ്ദം കേട്ടു, വെൽക്കം കസ്റ്റമേഴ്സ് എന്നൊക്കെ ഉള്ളതിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ എണീറ്റു. അങ്ങനെ ലുലു പോയി മാസത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ ഒരു 10-10:15 ആവുമ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ചു വന്ന് നമ്മുടെ ഗരാജിൽ, ഓക്കെ, നമ്മുടെ വീട്ടിലത്തെ ഗരാജിലേക്ക് വണ്ടി ഉള്ളിലേക്ക് കയറ്റി. ബിക്കോസ് കണ്ണേട്ടൻ അന്ന് ആ സമയത്ത് ആ ഒരു ഫുൾ വീക്ക് അബുദാബിയിലായിരുന്നു. അപ്പൊ കണ്ണേട്ടൻ തിരിച്ചു വീട്ടിലേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ കണ്ണേട്ടൻ വണ്ടി എടുത്തിട്ട് അബുദാബിയിൽ തന്നെയായിരുന്നു താമസം. കണ്ണേട്ടന്റെ മീറ്റിംഗ് അവിടെ ആയതുകൊണ്ട്. അപ്പോൾ കണ്ണേട്ടന്റെ വണ്ടി ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ വണ്ടിയെ നടുവിലേക്കായിട്ടാണ് ഗരാജിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, വന്നിട്ട് ഞാൻ സൂസനെ വിളിച്ചു. എന്നുവെച്ചാൽ വണ്ടിയിൽ സാധനങ്ങളുണ്ടല്ലോ. അപ്പൊ ഞാൻ സൂസനെ വിളിച്ചിട്ട് പറഞ്ഞു, സൂസൻ വണ്ടിയിൽ മുഴുവൻ സാധനങ്ങളാണ്, വായോ എന്ന് പറഞ്ഞു. അവള് എൻ്റെ അടുത്ത് പറഞ്ഞു 2 മിനിറ്റ് ഞാൻ ടോയ്ലറ്റിലാണ്. അപ്പൊ ഞാൻ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ ഒരു ക്ലയന്റ് വിളിക്കുന്നത്. ആ മീറ്റിംഗ് എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് ആ ക്ലയന്റിന്റെ അടുത്ത് ഞാൻ ബ്ലൂടൂത്തിലൂടെ ഞാൻ എൻ്റെ വണ്ടിയിൽ കണക്ട് ചെയ്തിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലൂടൂത്തോ മറ്റേ കണക്ഷൻ ഡിസ്കണക്ട് ആയി അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട പറഞ്ഞിട്ട് ഞാൻ വണ്ടിയിൽ ഇരുന്നും കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാകുമ്പോൾ പട്ടേന്നും പറഞ്ഞിട്ട് ബാക്കിൽ ഒരൊറ്റ അടി. ഓക്കെ, നമ്മുടെ വണ്ടിയിലേക്ക് വേറൊരു വണ്ടി വന്ന് അടിച്ചു. ഞാൻ ആലോചിക്കുന്നത് എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഗരാജിൽ ഞാൻ നിർത്തിയിരിക്കുക. രണ്ടാമത്തത് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. ബിക്കോസ് നമ്മൾ വീട്ടിലേക്ക് ഓൾറെഡി എത്തി, ഗരാജിൽ വണ്ടി, ഞാൻ കംപ്ലീറ്റ് എൻ്റെ സീറ്റും ബാക്കിലാണ്. ഞാൻ റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് ഞാൻ ക്ലയന്റിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഞാൻ പ്രിപ്പയർഡേ അല്ല. ഒരു വണ്ടി വന്ന് അടിക്കും, അതും ഗരാജിൽ വന്ന് അടിക്കും എന്നൊന്നും നമ്മൾ പ്രിപ്പയർഡ് അല്ല. വണ്ടി വന്ന് അടിച്ചു, ഞാൻ അങ്ങോട്ട് നെഞ്ഞും കുത്തി അങ്ങോട്ട് സ്റ്റിയറിംഗിൽ പോയി അങ്ങോട്ട് അടിച്ചു. എനിക്ക് അങ്ങോട്ട് ദേഷ്യം അങ്ങോട്ട് വന്നിട്ട് ഞാൻ ഈ ക്ലയന്റിനോട് പറഞ്ഞു, ഗിവ് മീ 5 minutes, ഐ വിൽ കോൾ യു എന്നും പറഞ്ഞ് ഞാൻ വാതിൽ അങ്ങോട്ട് തുറന്നിട്ട് സത്യമായിട്ട് ഞാൻ പറയാമല്ലോ, വാട്ട് ദ ഹെൽ എന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. നോക്കുമ്പോൾ ഒരു ബെൻസ് കാറ്, വണ്ടി തട്ടി, ആരുമില്ല, ഡ്രൈവറെ കാണാനില്ല, അവിടെ ഉള്ളിലും ആരുമില്ലാന്നേ. എന്റെ ഈ പോയി അടിച്ച അടി ഉണ്ടല്ലോ, പിന്നെ ഈ വണ്ടിയുടെ ശബ്ദവും ഈ അടിച്ച സമയത്ത് ഉണ്ടായ ഹോണും എല്ലാം കൂടി കണ്ട് സൂസൻ വിറച്ചും കൊണ്ട് പുറത്തേക്ക് വന്നു. വാട്ട് ഹാപ്പൻ മമ്മ, വാട്ട് ഹാപ്പൻ എന്ന് ചോദിച്ചിട്ട് ഞാൻ അവളും തെരയനെ ഒരു മനുഷ്യന്റെ കുഞ്ഞിനെ കാണണ്ടേ, അതിന്റെ ഉള്ളിൽ ആരുമില്ല കുട്ടികളെ. ഞാൻ വിചാരിച്ചു തട്ടിയിട്ട് ഓടിയെന്ന്. നമ്മൾ അതൊക്കെയല്ലേ വിചാരിക്കുക, ഓ വണ്ടി തട്ടിന്ന് അറിഞ്ഞപ്പോ ഓടിയതായിരിക്കും. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് നോക്കണു അങ്ങോട്ട് നോക്കണു, ഒരു മനുഷ്യന്റെ കുഞ്ഞിനെ 10-20 ആവുമ്പോ കാണാനില്ല. ഞാൻ വിചാരിച്ചു ശരി വെയിറ്റ്, ഞാൻ ആദ്യം സെക്യൂരിറ്റിയെ വിളിച്ചു. സെക്യൂരിറ്റി വന്നു കഴിഞ്ഞ ഉടനെ സെക്യൂരിറ്റി കണ്ട ഉടനെ പറഞ്ഞു, ഇത് വണ്ടി നിങ്ങളുടെ വീട്ടിലത്തെ ഓപ്പോസിറ്റിലത്തെ ചൈനീസുകാരുടെ വണ്ടിയാണ്. ഞാൻ പറഞ്ഞു ചൈനയോ ജപ്പാനോ ആരാണെങ്കിലും എനിക്കിവിടെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ നേരെ പോയിട്ട് എന്താണ് പറയാ, അവരുടെ വീട്ടിൽ പോയിട്ട് ബെല്ലടിച്ചപ്പോ അവരുടെ വൈഫാണ് വന്ന്. ജന്മാൻ ചെയ്ത മലയാളം ഇംഗ്ലീഷ് അറിയില്ല. അവരെന്തോ പറയണു. ഞാൻ പറയണു ഇത് എന്താ സംഭവം എന്നൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ, ആരാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞുതരാൻ പറ്റുമോ ചോദിച്ചപ്പോ അവരെന്നോട് ഇറ്റ്സ് ഓക്കെ. ഞാൻ പറഞ്ഞു ഇറ്റ് ഇസ് നോട്ട് ഓക്കെ, എനിക്ക് ഒരു ഓക്കെയും തോന്നുന്നില്ല, ആരാണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ വരണം എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ആ വാക്കേ അറിയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോ ഉണ്ട് പാർക്കിന്റെ ഭാഗത്തുനിന്ന് അവരുടെ ഹസ്ബൻഡും 3 പേരും കൂടി നടന്നു വരുന്നു. അയാൾ ഈ വണ്ടി കണ്ടതും തലയിലങ്ങോട്ട് കൈവച്ചിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, മാഡം ഐ ആം സോറി എന്ന് പറഞ്ഞു. എന്താ പാർക്കിംഗ് ഇട്ടില്ല, പാർക്കിംഗ് ഗിയറേ അതും ഇട്ടില്ല. അയാളങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഈ വണ്ടി അവിടെ നിന്ന് അങ്ങോട്ട് ഉരുതി അങ്ങോട്ട് വന്നു. അവരുടെ പാർക്കിങ്ങിന്റെ ഗരാജിൽ നിന്ന് ആ പാർക്കിങ്ങിന്റെ ഗരാജ് കുറച്ച് മുകളിലാണ്. അപ്പൊ ആ ഭാഗത്തുള്ള വില്ലകളൊക്കെ കുറച്ച് മുകളിലാണ്, നമ്മുടെ കുറച്ച് സ്ലോപ്പായിട്ടാ. അവിടുന്ന് വണ്ടി ഇറങ്ങിയിട്ട് എൻ്റെ അവിടെ വന്നിട്ട് ഒരൊറ്റ അടി. എന്താണ് ഇവരൊക്കെ പറയുക?
കഷ്ടകാലം ഇങ്ങനെ ബസ് എന്താ പറയാ എന്താണ് പിടിച്ചു വരിക, വണ്ടിയും പിടിച്ചു വരിക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇതില് ഞാനോ സൂസണോ ഇറങ്ങിയിട്ട് സാധനങ്ങൾ എങ്ങനെയായിരിക്കും ഞങ്ങൾ എടുത്തിട്ടുണ്ടാവുക? ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ബൂട്ട് തുറന്നിട്ട് നമ്മൾ സാധനങ്ങൾ എടുക്കുമ്പോഴായിരിക്കും വണ്ടി വന്ന് അങ്ങോട്ട് അടിക്കുക. ഞങ്ങൾ രണ്ടുപേരും ഉള്ളിൽ പെടില്ലേ? എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ സൂസൻ ഇപ്പൊ വരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്നിട്ട് എല്ലാ സാധനങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് ഞാനല്ലേ ഇങ്ങനെ എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ അവളല്ലേ എടുത്തോണ്ടിരിക്കുന്നുണ്ടാവുക. എന്ത് ചെയ്തിട്ടുണ്ടാവും പറയും. ഞാൻ ഫോട്ടോസ് ഇടാട്ടോ ഇതില്. അയാളെ സഹിതം ഞാൻ എടുത്തു. അല്ലാണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. അതോ കുഴിയും ചെയ്തു. ആ പാനലും പുറത്തേക്ക് വന്നു. ഒരു കുഴപ്പമില്ലാണ്ട് ശിവനേന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവിടെ വേണോ പുലിപോലെ. എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ കണ്ണേട്ടനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, കണ്ണേട്ടാ ഇങ്ങനെയാണ് സംഭവം. അപ്പൊ കണ്ണേട്ടൻ ചോദിച്ചു എന്റെ ഭാഗത്താണ്. ഞാൻ പറഞ്ഞു ഇല്ല കണ്ണേട്ടാ, ഞാൻ ഗരാജിലായിരുന്നു, അവരുടെ വണ്ടിയാണ് വന്ന് തട്ടിയത് എന്ന് പറഞ്ഞു. കണ്ണേട്ടൻ പറഞ്ഞു പോലീസ് കൂടെ തന്നെ പോയാൽ മതി, ഒരു കോംപ്രമൈസിന് നിൽക്കണ്ട, അവര് എന്ത് പൈസ തരാതെ പറഞ്ഞാലും നമുക്കൊന്നും വേണ്ട, നോ കോംപ്രമൈസ്, പോലീസ് എന്താണ് ആ ഒരു വഴി മാത്രം മതി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്നും പറഞ്ഞു ഞാൻ ഇതാക്കി. അപ്പൊ അവര് പറഞ്ഞു എന്താണ് പറയാ കോംപ്രമൈസിന് നമ്മൾ ഇതാക്കാൻ. ഞാൻ പറഞ്ഞു എനിക്ക് പൈസ വേണ്ട, എനിക്ക് പോലീസ് റെക്കോർഡ് വേണം, എനിക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ശരി എന്നാ പിന്നെ ഞങ്ങൾ പോലീസിലേക്ക് അറിയിക്കാം. ഞാൻ പറഞ്ഞു അറിയിച്ചിട്ട് ആ ഒരു ഷീറ്റ് വരും, ഒരു പേപ്പർ വരും, ആ പേപ്പർ നിങ്ങൾ എനിക്ക് അയച്ചു തരും, എന്നിട്ട് അവരുടെ ഇൻഷുറൻസുകാരനെ നമുക്ക് എല്ലാം ശരിയാക്കി തരും. അപ്പൊ അതുകൊണ്ട് അതുപോലെ നമുക്ക് പോവാന്ന് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് ഇൻഷുറൻസിന്റെ അപ്രൂവൽ വരാൻ, അത് മാത്രമല്ല അവര് പറയണ ഗരാജിലേക്ക് നമ്മൾ വണ്ടിയെ കൊണ്ടുപോകണം. അവിടെ വണ്ടി കൊണ്ടുപോയി നമ്മളത് കാണിച്ചു കൊടുത്ത് അവിടുന്ന് അപ്രൂവൽ കിട്ടി. അവര് ഫോട്ടോ എടുത്ത്, പ്രൊസീജിയർ വലുതാണ് പക്ഷെ എല്ലാം ചെയ്തേ പറ്റൂ. ആൻഡ് ഇതൊക്കെ ആര് ചെയ്തു? ജാനകി ഞാൻ തന്നെയാണ് ചെയ്തത്, ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത്. അവരുടെ ഏതൊക്കെ ഗരാജിന്റെ പേര് വന്നു, ആ ഗരാജിന്റെ പേരുകളിൽ നമുക്ക് അടുത്തുള്ള ഏതാണ് ഗരാജ് എന്ന് ഞാൻ നോക്കി. അപ്പൊ നമ്മൾക്ക് അടുത്തുള്ള ഒരു ഗരാജിന്റെ നമ്പർ ഓക്കെ ആയിരുന്നു. അവിടേക്ക് ഞാൻ വണ്ടി കൊണ്ടുപോയി. ഗരാജില് വണ്ടി ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി എന്താണ് പറയുക എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഡ്രൈവ് ചെയ്ത് പോണു എന്നാണ്. പക്ഷെ വളരെ എല്ലാവരും നല്ല ആൾക്കാരായിരുന്നു, മലയാളിയായിരുന്നു. അവര് ചേച്ചി എന്ന് പറഞ്ഞു അതിന്റെ എല്ലാ കാര്യങ്ങളും ഇതാക്കി. പിന്നെ കണ്ണേട്ടൻ സംസാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ തന്നെ പോയത്. ഞാൻ ഒന്നിനും കണ്ണേട്ടനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ത് കാരണം കൊണ്ടറിയോ? ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി അവർ ഫോട്ടോ കൊടുത്തു. ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഇൻഷുറൻസിന് അയച്ചു. ഇൻഷുറൻസിന്റെ അവരുടെ അപ്രൂവൽ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇൻഷുറൻസുകാർ തന്നെ നമുക്ക് റെന്റ് കാറും തരും. പക്ഷെ അതൊരു ബേസിക് മോഡൽ റെന്റ് കാർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പൊ ഞാൻ വേറെ റെന്റ് കാർ എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല എൻ്റെ വണ്ടിക്ക് അല്ലാതെയും കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻഷുറൻസിന്റെ അത് കഴിഞ്ഞിട്ട് വേറെ സർവീസിലേക്ക് അത് പോകും. അപ്പൊ എനിക്ക് കുറച്ച് ദിവസം വണ്ടി വേണം. ഇപ്പൊ ഇതാ റെന്റ് കാർ ഓടിക്കുന്നു. അതുകൊണ്ട് അതും പറഞ്ഞിട്ട് വിറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് പറയാ, ഇറ്റ് ഇസ് ഓക്കെ, നടക്കും, അങ്ങനെയൊക്കെ നടക്കും. വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് പലതും ഇതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ വരും. ആ സമയത്തൊക്കെ നമ്മൾ ധൈര്യമായിട്ട് തന്നെ ഇരിക്കണം. പിന്നെ ശരിയാണ്, നമ്മൾക്ക് പ്രൊസീജിയർ അറിയണം. പ്രൊസീജിയർ പിന്നെ വലിയ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ ഒന്നും അല്ല ഇവിടെയൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അതുകൊണ്ട് ജാനകി വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ, വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. പിന്നെ വളരെ സിമ്പിൾ പ്രൊസീജിയറാണ് ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ. അതൊന്നും ഒരു തെറ്റല്ല കുട്ടി. അതൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ടേക്ക് വലിയ രീതിയിൽ അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കും. മനസ്സിലായില്ലേ? അധികം അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. സോ അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ചില കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ബാങ്കിൽ പോവുക, ATM പോവുക, കാര്യങ്ങൾ എടുക്കുക, അതേമാതിരി തന്നെ ഡെപ്പോസിറ്റ് എങ്ങനെ ഇടുക, വേറൊരു അക്കൗണ്ടിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഇതൊന്നും പഠിക്കാതെ ഇരിക്കാനും പാടില്ല. എന്താണ് പറയുക, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അറിയാതിരിക്കാനും പാടില്ല. സോ ഇപ്പോ നടന്ന സംഭവങ്ങളൊന്നും അതൊന്നും ഒരു വിഷയമാക്കി എടുക്കരുത്. മുന്നോട്ടേക്ക് പോവുക. എന്താപ്പോ പിന്നാലെ തിരിഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഒരു വണ്ടി തന്നെയല്ലേ, അതൊന്നും സാരമില്ല. അതൊക്കെ റെക്കോർഡ് പ്രകാരം ഇൻഷുറൻസിന്റെ ക്ലെയിം ഒക്കെ കിട്ടിയിട്ട് അതൊക്കെ ശരി. വണ്ടി അങ്ങനെ നേരാക്കിയിട്ട് എടുക്കാൻ നോക്കൂ. അല്ലാതെ ഇതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജീവിതകാലം മുഴുവൻ ഈ വണ്ടി എടുക്കില്ല, ആറ്റൊന്നും ഒറ്റ ടിപ്പാണ് വണ്ടി തന്നെ എടുത്തിരിക്കുന്നത്.
അതൊന്നും വിചാരിച്ചുകൊണ്ടിരിക്കണ്ട, അതൊക്കെ നടക്കും അതിന്റെ വഴിക്ക്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 2 ടോപ്പിക്ക് കവർ ചെയ്യുമ്പോഴേക്കും തന്നെ ഇതാ 10-25 മിനിറ്റ് ആയി. ഇനി നിങ്ങളെ ബോറടിപ്പിച്ചാൽ അത് ശരിയാവില്ല അല്ലേ? അപ്പോൾ വീണ്ടും നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് വേറെ കുറച്ച് സംഭവങ്ങളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കൂ. അപ്പോൾ നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. എന്റെയും യേശുവിൻ്റെ വകയും ബൈ, ടേക്ക് കെയർ, സീ യു. ഇറ്റ്സ് എ ബേബി, ഇറ്റ്സ് എ ബേബി. നമ്മളെ കൊഞ്ഞി പോണാണ്, നമ്മളെ കൊഞ്ഞി പോണ നിന്നെ ആരാണ്ടാ വേണ്ട പറഞ്ഞത്. പോയി പെണ്ണോക്കാൻ പറ. അമ്മ ഇന്ന് കുത്തിയത് കൂടെ, അമ്മ ഇന്ന് കൂത്തിയത് കൂടെ. എല്ലായിടത്തും ബായ് പയ്യും, ആനാ ബായ് പയ്യും. ചാടി പെണ്ണുവാ, ചാടി പെണ്ണുവാ. ഓ ശരി, അമ്മ കൂതി തന്നെ, അമ്മ കൂതി. ഇറങ്ങൂ, അമ്മ ഓഫ് ചെയ്യട്ടെ, ക്യാമറ ഓഫ് ചെയ്യണ്ടേ. ഒരു കുഞ്ഞി ചെക്കനായിട്ട് ഇങ്ങനെ നിന്നാ മതിയോ? ക്യാമറ ഓഫ് ചെയ്യണം, നമുക്ക് ക്യാമറ ഓഫ് ചെയ്യണം. ക്യാമറ ഓഫ് ചെയ്യണ്ടേ? നടക്കൂ. നമുക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ എടുക്കാം. ക്യാമറ ഓഫ് ചെയ്തിട്ട് എടുക്കാന്ന്. ക്യാമറ ഓഫ് ചെയ്തിട്ട് എടുക്കാം.